വയനാടൻ കാടുകളിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ ജീപ്പ് മാത്രം പോകുന്ന ഒരു വഴിയാണ്. കുറച്ച് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വയനാടൻ മലകളിൽ അല്ലെങ്കിൽ വയനാടൻ കാടുകളിൽ പഴശ്ശിരാജയുടെയും കുറിച്യരുടെയും ഒക്കെ പഴയ കഥകൾ, വീരകഥകൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ്. നമ്മളങ്ങനെ പോകുമ്പോൾ ഒരു വലിയൊരു വൃക്ഷം കണ്ടു. ഇത് പല മരങ്ങൾ കൂടിയ ഒരു മരമാണെന്ന് തോന്നുന്നു. ഇതിനെത്ര വർഷം പഴക്കമുണ്ടെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വീഡിയോ എടുക്കുന്നത് മാത്രം. കണ്ടിട്ട് വളരെ വണ്ണവും വലിപ്പമൊക്കെ ഉള്ള ഒരു വടുവൃക്ഷം എന്ന് പറയുന്ന ഒരു വൃക്ഷമാണിത്. ഇതിങ്ങനെ എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു വൃക്ഷമല്ല. കാടുകളിൽ പോലും നല്ല ഉയരവുമുണ്ട്. ഇന്ന് ഞാൻ അങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ച് ദൂരെ കാണുന്നത് കുറച്ച് പഴയ കെട്ടിടമാണ്. പൊളിഞ്ഞു കഴിഞ്ഞ ഒരു കെട്ടിടമായിരുന്നു. ഇതൊക്കെ ബ്രിട്ടീഷുകാർ പണ്ട് ഇവിടെ താമസിച്ചപ്പോൾ പണിത് കെട്ടിടമായിരിക്കാം. അതൊക്കെ പിന്നെ ആരും നോക്കാനില്ലാണ്ട് പൊളിഞ്ഞു പോയതായിരിക്കാം. ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല കൊടും കാട് തന്നെയാണ്. ഇവിടെ എല്ലാത്തരം വന്യമൃഗങ്ങളും ഉണ്ട്. അധികവും കാട്ടാനയാണ് കാണാറ്. ഈ കാണുന്ന അതുപോലത്തെ ഒരു അബാൻഡൻഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു കെട്ടിടമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വയനാടൻ കാടുകളിലാണ്. ഇവിടുത്തെ ഒരു ജംഗിൾ പാർക്കും പിന്നെ ഒരു ട്രീ ഹൗസും എന്നുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ കാണാൻ പോകുന്ന ഈ സ്ഥലത്ത് വലിയൊരു കുളമുണ്ട്. ഇപ്പോൾ ആ കുളത്തിൽ വെള്ളമൊന്നുമില്ല. തൊട്ടടുത്ത് തന്നെ ഒരു നല്ലൊരു ബിൽഡിങ്ങും ഉണ്ട്. അതിപ്പോൾ ഒരു അബാൻഡൻഡ് ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്. കണ്ടിട്ട് അതൊരു ബ്രിട്ടീഷ് കാലത്ത് പണിതൊരു കെട്ടിടമാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് ശരിക്കും ഡീ ഫോറസ്റ്റ് ആണ്. നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കാം. പിന്നെ ഞങ്ങൾ പോണ വഴിക്കൊക്കെ ആന ഇറങ്ങിയ പാടൊക്കെ കാണാം. ആനയുടെ പിണ്ടൊക്കെ കണ്ടു. പിന്നെ ഈ കാടുകളിൽ പുള്ളിപ്പുലിയൊക്കെയുണ്ടെന്ന് പറയുന്നു. പിന്നെ മലയണ്ണാൻ, പിന്നെ ധാരാളം കുരങ്ങുകൾ, ഇങ്ങനെ കുറേ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമ്മളെ ജംഗിൾ പാർക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഈ കാണുന്ന ഒരു അത്യാവശ്യം വലിയൊരു ബിൽഡിംഗ് കാണാനിടയായി. ഇത് ബ്രിട്ടീഷുകാർ, ഞാൻ കുറച്ചും പറഞ്ഞ പോലെ ഒരു ആ സമയത്ത് പണിത് കെട്ടിടമാണെന്ന് തോന്നുന്നു. തൊട്ട് മുമ്പിൽ കാണുന്നൊരു വലിയൊരു കുളമുണ്ട്. ഇപ്പോൾ ഇതിൽ വലിയ വെള്ളമൊന്നും കാണുന്നില്ല. പക്ഷേ മഴക്കാലത്ത് ഇത് മുഴുവൻ നിറഞ്ഞിരിക്കും എന്നുള്ള ഉറപ്പാണ്. കുറച്ച് മാറിയിട്ട് ഒരു വലിയൊരു കിണറും കാണാമായിരുന്നു. ഇത് മഴക്കാലത്ത് വന്നെടുക്കേണ്ട ഒരു ഷൂട്ടാണ് ആക്ച്വലി. പക്ഷേ ഇപ്പോഴും ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കാരണം ചുറ്റും നല്ല കൊടും കാടാണ്. അപ്പോൾ ഇവിടെയൊക്കെ വന്യമൃഗങ്ങൾ വന്ന് വെള്ളം കുടിക്കാറുണ്ടായിരിക്കാം. ഇതൊക്കെ സ്വാഭാവികമായി വളർന്നു നിൽക്കുന്ന കാടാണ്. അപ്പോൾ അതിൻ്റെ ഭംഗി നമുക്ക് കണ്ടറിയേണ്ടുന്ന ഒരു കാര്യമാണ്. ചീവീടുകളുടെ ശബ്ദവും കിളികളുടെ ശബ്ദമൊക്കെ നമുക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ കേൾക്കാൻ പറ്റും. ഇത് കുന്നിന് ചെരുവുകളും കൂടിയ കുറേ ഇടങ്ങളും തന്നെയാണ്. ഈ ബിൽഡിങ്ങൊക്കെ അന്ന് പണിത ആൾക്കാരുടെ അധ്വാനം നമുക്ക് ഓർത്താൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇത് ആ ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണ്. ഇതിലിപ്പോൾ ആരും താമസിക്കുന്നില്ല, എല്ലാം തുറന്നു കിടക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാലും ഇതുപോലത്തെ കുറേ ബിൽഡിങ്ങുകൾ കാണാം. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ ജംഗിൾ പാർക്ക് എന്നാണ് അവർ പറയുന്നത്. ഇത് അങ്ങോട്ടേക്കുള്ള വഴിയാണ്. നമുക്കിപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഈ വഴി കൂടി ഇപ്പോൾ ജീപ്പുകളൊക്കെ പോകുന്നുണ്ട്. ജീപ്പും പിന്നെ കുറച്ച് ചെറിയ ലോറികളൊക്കെ പോകുന്നുണ്ട്. അവിടുത്തെ കുറച്ച് കൺസ്ട്രക്ഷൻ ഇപ്പോൾ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് നമുക്ക് ദൂരെ നിന്നുള്ള കാഴ്ച. ഇതും ഒരു അബാൻഡൻഡ് ആയിട്ട് കിടക്കുന്ന ഒരു ബിൽഡിംഗ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. കുറേ 25 വർഷമായിട്ട് മുമ്പ് ഇവിടെ തുടങ്ങിയൊരു റിസോർട്ടാണെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് റിസോർട്ട് പ്രവർത്തിക്കുന്നില്ല. കാരണം അതിൻ്റെ മച്ചൊക്കെ കണ്ടറിയാം, അല്ലെങ്കിൽ ഓടൊക്കെ കണ്ടറിയാം, എല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ അടുത്തായിട്ട് കുറച്ച് വില്ലകളുടെ പണിയുണ്ടെന്ന് പറയുന്നു. ഇതിൻ്റെ മുകളിലേക്കൊക്കെ കുന്നാണ്. ഇപ്പോൾ ഒരു സമയം ഏതാണ്ട് 5:30-6 മണിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ചൂടൊന്നുമില്ല. കണ്ടില്ലേ, ഓടൊക്കെ ഇല്ല. ആ ഒരു മേൽക്കൂര മാത്രമേ ഉള്ളൂ. ആരും ഇവിടെ കാണാനുമില്ല. ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ഒരു ലോറി കിടക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ഇവിടെ കുറച്ച് വില്ലാസ് പണിയുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ നിലവിൽ വന്നപ്പോൾ ആരെയും കാണാനില്ല. മുകളിൽ കാണുന്നത് ഒരു ടെലിഫോണിൻ്റെ ടവറാണ്. ആ ഭാഗത്ത് എവിടെയാണ് കുറച്ച് വില്ല വർക്കുണ്ടെന്ന് പറയുന്നു. ഇന്നിപ്പോൾ ശനിയാഴ്ചക്കാരാണെന്ന് തോന്നുന്നു. ആരെയൊന്നും കാണാനൊന്നുണ്ടായിരുന്നില്ല. വയനാട്ടിലെ പ്രസിദ്ധമായ ട്രീ ഹൗസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് അതിമനോഹരമായൊരു സ്ഥലമാണ്. ട്രീ ഹൗസ് എന്ന് പറഞ്ഞാൽ ട്രീയുടെ മുകളിൽ തന്നെ ഉള്ള ഒരു വീട് വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്.
ഇപ്പോൾ ഇവിടെ താമസമൊന്നുമില്ല, പക്ഷേ നമുക്കൊന്ന് കണ്ടുപോകാം, അതിൻ്റെ സ്ട്രക്ചറൊക്കെ ഒന്ന് കണ്ടുപോകാം. ശരിക്കും ഇപ്പോൾ ഇത് കൊടുങ്കാടിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. നിറയെ കിളികളുടെ സൗണ്ടും പിന്നെ ഇപ്പോൾ ഒരു അടുത്തൊരു അരുവിയുണ്ട്, അരുവിയുടെ സൗണ്ട് ഇപ്പോൾ നമുക്ക് കേൾക്കാം. അപ്പം ഇവിടെയാണ് ട്രീ ഹൗസ്. ഇപ്പോൾ ഇത് അബാൻഡൻ പ്രോജക്റ്റാണ്, പക്ഷേ ഇവരിത് റിന്യൂ ചെയ്യുന്നത് കേൾക്കുന്നു. നമുക്കൊന്ന് കണ്ടുപോകാം. ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ട്രീ ഹൗസ് കാണാൻ വേണ്ടി കൂടിയാണ് മെയിനായിട്ട് ഞാൻ വന്നത്. നമ്മൾ മരത്തിൽ ഏറുമാടെന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ മരത്തിൽ വീട് വെച്ചിരിക്കുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ജംഗിൾ പാർക്കിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നതും. ഇത് ഒരു റിസപ്ഷൻ ഏരിയയാണ് മുമ്പിൽ. ഇവിടെ ആകെ മൊത്തം 10 റൂംസ് ഉണ്ട്. 8 റൂംസ് അടിയിൽ, പിന്നെ ഒരു 2 റൂം ട്രീ ഹൗസിലാണ്. ട്രീ ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയൊരു മരത്തിൻ്റെ മുകളിൽ ഒരു 2 റൂം പണിതേക്കാണ്. അതിൽ അറ്റാച്ച് ടോയ്ലറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ കാണുന്നതാണ് ട്രീ ഹൗസ് മുകളിൽ കാണുന്നത്. അങ്ങോട്ട് കയറാൻ ലിഫ്റ്റ് ഉണ്ട്. ആ ലിഫ്റ്റിൻ്റെ വള്ളികളൊക്കെയാണ് കാണുന്നത്. പിന്നെ മുകളിലത്തെ ബാത്റൂമിൽ നിന്ന് വരുന്ന പ്ലംബിംഗ് ലൈൻസാണ് കാണുന്നത് അടിയിലേക്ക് വന്നത്. അപ്പോൾ ഇത് പണിയാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ അടിയിലൊരു അരുവിയൊക്കെ ഒഴുകുന്നുണ്ട്. ഇതിൻ്റെ കുറച്ച് അടിയിലൊക്കെ ആയിട്ടാണ് ഒരു അരുവി ഒഴുകുന്നത്. നമുക്കിനി ട്രീ ഹൗസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് തന്നെ പോവാം. ഈ ഒരു ഇതുപോലെ 2 ട്രീ ഹൗസ് ഉണ്ടായിരുന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ട്രീ ഹൗസിൻ്റെ അടിയിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഇത് അങ്ങോട്ടേക്ക് പോകാൻ ചെറിയൊരു നടവഴി പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺക്രീറ്റിൻ്റെ പില്ലറിലാണ് അങ്ങോട്ട് കയറാനുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ചെറിയ ലിഫ്റ്റ് പോലൊരു സംഭവമുണ്ട്. ആ ലിഫ്റ്റ് എന്ന് വെച്ചാൽ ടയറോട് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ അപ്പുറത്ത് ഒരു ബ്ലാഡർ പോലെ കുറച്ച് വെള്ളം നിറയ്ക്കുന്ന സാധനമുണ്ട്. ആ ബ്ലാഡറിൽ വെള്ളം നിറയുമ്പോൾ ലിഫ്റ്റ് തന്നെ മുകളിലേക്ക് പോകും. അതാണ് അവിടെ സിസ്റ്റം. ഇത് അടിയിലുള്ള ചെറിയൊരു അരുവിയാണ് നമ്മൾ പറഞ്ഞ പോലെ. മുകളിലേക്ക് ആൾ പോകുന്നു. സർവീസൊക്കെ ഈ ലിഫ്റ്റ് വഴിക്കാണ്, ആൾക്കാരും ഈ വഴിക്കാണ് പോകുന്നത്. ഇതാണ് ആ ലിഫ്റ്റ്. കുറച്ച് അവിടെ പിടിച്ച ഒരു പണിയാണ്. പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് അബാൻഡൻഡ് ആണ്. കുറച്ച് കാലം കഴിഞ്ഞതിൽ പിന്നെയും ചെയ്യുമെന്ന് പറയുന്നു. ഇത് നല്ലൊരു ഡിമാൻഡുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ ട്രീ ഹൗസ് എന്നുള്ളത്. ഏതാണ്ട് 12,500 രൂപയാവും അവിടെ താമസിക്കാൻ. ബാക്കിയുള്ള റൂമുകൾക്ക് 7,000 രൂപയുള്ളൂ. സീസണൊക്കെ ഇവിടെ നല്ല ആളുകളുണ്ട്. ഡീപ്പ് ഫോറസ്റ്റിൽ, ഇത്രയും ഡീപ്പായിട്ടുള്ളൊരു ഫോറസ്റ്റിൽ, റിസോർട്ടിൽ അത് ശരിക്കും നമ്മൾ കാടിൻ്റെ എല്ലാ ഭംഗി ആസ്വദിച്ചിട്ട് തന്നെ താമസിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ധാരാളം ആളുകൾ വന്നിരുന്നാണ് പറയുന്നത്. 25 വർഷമായിട്ട് ഇതിവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവരൊന്ന് റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. എന്തായാലും വളരെ നല്ലൊരു സ്ഥലം തന്നെയാണ്, റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇത്ര നേരം എൻ്റെ വീഡിയോയുടെ നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.